ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾ കാനഡയിലായിരുന്നു അല്ലേ? ഉം. അതെ, ഞങ്ങൾ ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം കാനഡയിലായിരുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങൾ കൊച്ചിയിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കാനഡയിൽ നിന്ന് ഞങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്ത് കൊച്ചിയിലോട്ട് തിരിച്ചു പോകുന്നു, അല്ല കേരളത്തിലോട്ട് മടങ്ങി വന്നു എന്നതിനെ പറ്റിയാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നമാണ് UK, US, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് പോകുക എന്നുള്ളത്. പക്ഷേ റിയൽ എന്നത് നമ്മളെപ്പോഴും അവിടെ ചെന്നതിന് ശേഷമാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൻ്റെ പുറത്താണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാൻ കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് കാര്യങ്ങൾ നിരത്തി പറയാം. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഇവിടത്തേക്കാൾ വളരെ മികച്ച ഒരു ജീവിത നിലവാരമാണ് നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളത്. പക്ഷേ അത് തികച്ചും അബദ്ധമായ ഒരു പ്രതീക്ഷയായിരുന്നു. എന്താണ് ലിജി നമ്മൾ കാനഡയിൽ നിന്ന് മടങ്ങിപ്പോരാനുള്ള കാരണം എന്താണ്? കുറെ കാരണങ്ങളുണ്ട്. ആ. അതിൽ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമല്ല. ആ. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഇവിടെ നിന്നും ഒരു ജീവിതത്തിലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഒരു ചേഞ്ച്, ഒരു ഇൻക്രീസ് ഉണ്ടാകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. ഇവിടെ എങ്ങനെയായിരുന്നു അതിനേക്കാളും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം. അതായത് ഇവിടെ നമുക്കൊരു വീടുണ്ട്, അവിടെ പോയി വല്ലാണ്ട് അങ്ങോട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു കണ്ടീഷൻ. പിന്നെ മൊത്തത്തിൽ നമ്മള് പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു. പ്രതീക്ഷിച്ചത് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ സംഭവിച്ചു പോയി. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഒരു സൗകര്യം തന്നെ പറയാം. ഞങ്ങളവിടെ താമസിച്ചത് ഒരൊറ്റ മുറി വീടാണ്. ഒറ്റ മുറി വീടിന് ഞങ്ങൾ ബേസ്മെന്റില് അതിന് നമ്മൾ എത്ര റെന്റ് കൊടുത്തു? അതിന് നമ്മൾ റെന്റ് കൊടുത്തോണ്ടിരുന്ന ഇന്ത്യൻ മണി ഓൾമോസ്റ്റ് ഒരു 70,000 to 75,000 റുപ്പീസാണ് ഞങ്ങൾ അതിന് റെന്റ് കൊടുത്തോണ്ടിരുന്നത്. അതിന് പുറമെയാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഹൈഡ്രോളിക് ബില്ല്, അങ്ങനെ ഒരു കുറച്ച് ബില്ലുകൾ അഡീഷണൽ വരും. അപ്പോൾ അതായിരുന്നു അവിടുത്തെ ഒരു എന്താ പറയുക, നമുക്ക് സ്പെൻഡിങ്, ഹൗസിങ്ങിന് മാത്രമുള്ള സ്പെൻഡിങ്. പക്ഷേ അതേ സമയത്ത് ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഒരു ഫുൾ വീട്ടിലാണ്. മീൻസ് നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ താമസിക്കുന്നത് റെൻറ്റിന് തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അത് നമ്മൾ താമസിക്കുന്ന ഒരു ഫുൾ വീടാണ്. അതായത് 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും. അപ്പം ഞങ്ങൾ രണ്ടിൻ്റെയും ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 25% പോലും നമുക്ക് ഇവിടെ വരുന്നില്ല. ഇവിടുത്തെ ഹൗസിങ്ങിന് വരുന്നില്ല. എന്നാൽ നമ്മൾ കാനഡയിൽ ഈ പറഞ്ഞ ഒരു ചെറിയ അതുപോലെ ഒറ്റ മുറി റൂമിന് വേണ്ടി നമ്മൾ ഇത്രയും പ്രൈസ് മുടക്കി. പക്ഷേ അതിൻ്റെ ഒരു റൂമിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കി എല്ലാം ഷെയറിംഗ് ആണ്, മനസ്സിലാക്കണം. കിച്ചൺ ഷെയറിങ്, ടോയ്ലറ്റ് ഷെയറിങ്, എല്ലാത്തിനും സമയമാണ്. ഓരോരുത്തർക്കും ഓരോ സമയം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന സമയത്താണ് ഇന്നയാളുടെ ചാൻസ്. അപ്പം നമ്മൾക്ക് വർക്ക് ഉണ്ട്, അല്ലെ ക്ലാസ്സിന് പോകണം, നമുക്ക് നേരത്തെ ചെയ്യണമെങ്കിൽ നമ്മളവിടെ സ്ട്രഗ്ലിംഗ് ആണ്. ആ ഒരു ടൈം ഒന്നും മാറ്റണം, എല്ലാവർക്കും പോകണം. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 പേർക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ അങ്ങനെ കിച്ചൺ അത്ര വലിയ സൗകര്യങ്ങളുള്ള ഒരു കിച്ചണും അല്ല. അപ്പൊ അതായിരുന്നു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം, ഒരു ഹൗസിങ്ങിന്റെ കാര്യം എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അതായിരുന്നു അവിടുത്തെ അവസ്ഥ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ചേച്ചി പറയും. ഒന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. അനുഭവിച്ചവർക്ക് അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. നമുക്കിപ്പോ ഇവിടുത്തെ ഒരു സാഹചര്യമായിട്ട് നമുക്ക് ഒരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി വളരെ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വളരെ സമയം വെയിറ്റ് ചെയ്ത് കാത്തു കെട്ടി കിടക്കണം. അപ്പം ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി വീണിട്ട് അവളുടെ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ആ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചെന്നിട്ട് ആ ദിവസം അപ്പോയിൻമെന്റ് കിട്ടിയില്ല. പിറ്റത്തെ ദിവസമാണ് അപ്പോയിൻമെന്റ് കിട്ടിയിരിക്കുന്നത് അവൾക്ക്. അപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കൈ നീരൊക്കെ വെച്ച് അങ്ങനെ വരുവാണ് ചെയ്തത്. അപ്പോയിൻമെന്റിൽ വരുന്നില്ല, അതൊരു വളരെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു കുട്ടി പനി ബാധിച്ച് അവിടെ മരിച്ചു പോയെന്നുള്ളത്. അപ്പോൾ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോകുന്ന ആളുകൾ ഇവിടുന്ന് ഒരു 10,000-2,000 രൂപയ്ക്ക് അതും ഇതും മരുന്ന്, മറ്റേ പാരസെറ്റമോൾ, ആ മോൾ ഈ മോൾ എന്നെല്ലാം പറഞ്ഞ്
മരുന്നുകളെല്ലാം വാരിക്കെട്ടി പോകുന്നു. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ എല്ലാവരും സ്വയം ഡോക്ടറാകുകയാണ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആവശ്യത്തിന് കണ്ണ് പരിശോധനയ്ക്ക് പോയി. കണ്ണ് പരിശോധനയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ, ഒരു അപ്പോയിൻമെൻ്റ് എടുത്തൊന്ന് കാണാൻ, അയാളെ കാണാൻ വേണ്ടി ഞാൻ 5.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഏത് ഹോസ്പിറ്റൽ, ഒരു ഐ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് തീരുന്ന പ്രോസസ്സാണ്. ഇതിൻ്റെ ചാർജുകളിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മളിവിടെ 200 രൂപയ്ക്ക് തീരേണ്ട കേസ് അവിടെ $130 ഞാൻ കൊടുത്തത്. അതായത് നാട്ടിൽ ഒരു 7500-8000 രൂപ വരും. പിന്നെ അടുത്തത് ക്വാളിറ്റി ഓഫ് ഫുഡാണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് മൊത്തം ഫ്രോസൺ ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഓക്കെയാണ്, നമ്മൾ അവിടുത്തെ ഒരു കൾച്ചറായിട്ട് അഡാപ്റ്റ് ആവണം. പക്ഷേ പെട്ടെന്നുള്ളൊരു ചേഞ്ചിൽ എല്ലാം ഫ്രോസൺ, അത്ര നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും അല്ലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതും. പിന്നെ അത് കൊണ്ടുവന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറേ നാൾ പിന്നെ അത് റീയൂസിങ് ആണ് നടക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം കുക്ക് ചെയ്യുന്നു, എല്ലാം ഫ്രീസറിൽ കയറ്റുന്നു, ഫ്രിഡ്ജിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരാഴ്ചത്തേക്കുള്ളത്. അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ കുക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടത്തില്ല. വർക്ക്, ക്ലാസ്, അങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന എമൗണ്ട് വളരെ അധികമാണ് ഓരോ സാധനങ്ങൾക്കും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പിന്നെയും ചീപ്പായിട്ട് കിട്ടുന്നത് ചിക്കനും പോർക്കും ആണ്. വെജിറ്റബിൾസ് ഒക്കെ നല്ല റേറ്റ് ഉണ്ട്. നോക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊതി വന്ന് അയ്യോ ഇവിടുത്തെ വീഡിയോ ഒക്കെ കാണും, അയ്യോ കൊതി വരുമായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു. എന്നാൽ പോലും ബാക്കി ഐറ്റംസ് വെച്ച് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇങ്ങനെ പല ഐറ്റംസിനും ഇത്രയും റേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന പലതും കഴിക്കാണ്ട് ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു ചെയ്യുന്നത്. അതെ അതെ, അത് നമ്മളിപ്പോൾ അങ്ങനെ മീൻസ് ഇതേപോലെ ഡെവലപ്ഡ് രാജ്യങ്ങളും നമ്മുടെ രാജ്യങ്ങളും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. അതായത് നമുക്കിവിടെ സീസണലാണ്, നമുക്കിവിടെ വിളയാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സീസണൽ ടൈമിൽ ഇപ്പോൾ മാങ്ങ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും മുന്തിരി ആണെങ്കിലും ബാക്കി വെജിറ്റബിൾസ് എന്താണെങ്കിലും ഇതൊക്കെ ഓരോ സീസണൽ ടൈമിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് അന്ന് ഇപ്പോൾ നോർമൽ ടൈമിൽ 200 രൂപയുടെ സാധനം എല്ലാം 50 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും. എന്ന് പറഞ്ഞാൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല, വളരെ ലോ ബഡ്ജറ്റിൽ തന്നെ നമുക്കിവിടെ കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കാൻ നമ്മുടെ കൊതി മാറ്റാം. പക്ഷേ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇതിൻ്റെ പ്രൈസിങ്ങിൽ വ്യത്യാസം വരുന്നില്ല. ഫുഡിൻ്റെ ക്വാളിറ്റി ഒരു പ്രശ്നമാണ്, ഫുഡിൻ്റെ പ്രൈസിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ആണ്. മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, വളരെ മോശം അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അവിടെ. മെൻ്റൽ ഹെൽത്തിനെ പറ്റി മെൻ്റൽ ഹെൽത്ത് എന്നല്ല, നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ടോ എന്ന് ഡൗട്ടാണ്. കാരണം മൊത്തത്തിലുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. അതായത് നമുക്ക് ഇൻകം കിട്ടിയാൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റെന്റ് കൊടുക്കണമെങ്കിൽ എന്തായാലും റെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പണി എടുക്കണം. ഇപ്പം പഠിക്കാൻ പോകുന്നവർക്ക് പഠിക്കണം, അതിനിടയ്ക്ക് വർക്കിന് പാർട്ട് ടൈമിന് പോകണം, കുക്ക് ചെയ്യണം, മൊത്തത്തിൽ ആ ഒരു പിന്നെ നമ്മളെ പെട്ടെന്നുള്ള ഒരു ചേഞ്ച്. അത് വീട്ടുകാരുടെ ഇടയിൽ നിന്നും കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളവിടെ ഒറ്റയ്ക്കാണ്. ആദ്യമൊക്കെ ഭയങ്കര നമുക്കൊരു പ്രശ്നമായിരിക്കും. പിന്നെ ട്രാക്കിലാവുന്നല്ല പിന്നെ നമ്മളതങ്ങ് നമ്മളതങ്ങ് നമ്മുടെ ജീവിതം, ഇനി ഇതാണ് എന്നും പറഞ്ഞ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മള് അത് മാറുന്നൊന്നുമല്ല. പിന്നെ ചില സമയത്ത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗൺ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ക്ലാസ്സിനിടയ്ക്ക് ഒരു പേപ്പർ മിസ്സാകുമ്പം അല്ലെങ്കിൽ ഒരു വർക്ക് പോകുന്ന ഒരു സമയമൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് വീക്കായി പോവാണ് നമ്മൾ. മെയിനായിട്ട് ജോലിയുടെ കാര്യമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ജോലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ജോലി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ജോലി പോയി കഴിഞ്ഞാൽ ആരാണെങ്കിലും എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും. അത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ തന്നെ കണ്ട കാഴ്ചയാണ്. പലരുടെയും ജോലി പല സമയത്ത് മീൻസ് ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്നൊരവസ്ഥ. എൻജിനീയറിങ്ങും അതുപോലെ തന്നെ പല മീൻസ് നല്ല നല്ല ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെയാണ് കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അവിടെ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്.
100% എന്നൊക്കെ പറയും. സ്ട്രഗ്ലിംഗ് ആണ് അതാണ് നമുക്കൊരു അത്. ജോലി കിട്ടാന്നുള്ളത്. അത് ഇന്ന കാറ്റഗറി ജോബ് എന്നില്ല, എല്ലാ ജോബും കിട്ടാൻ സ്ട്രഗിളിംഗ് ആണ്. അപ്പോൾ ഒരു ജോലി പോയി കഴിഞ്ഞാൽ എല്ലാവരും ഡൗൺ ആയി പോകും, ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. അതൊരു ഭയങ്കര അതല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് ആ ജോലിക്ക് പോയി ആ സാലറി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. പോകാൻ പറ്റുള്ളൂ. Yes. അത് അടുത്തൊരു ദിവസത്തെ ചെലവ് നമുക്ക് നടത്തണമെങ്കിൽ ഇന്ന് പോയി കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോവുള്ളൂ. അതെ, അപ്പൊ അത് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡൗൺ ആയി തന്നെയും. പിന്നെ ഇവിടത്തെ പോലെയല്ല, നമ്മളവിടെ ഒരു സപ്പോർട്ട് ചെയ്യാൻ, ഓക്കെ സാരമില്ല കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് അവിടെ അങ്ങനെ ആരും ഇല്ല. അങ്ങനെ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അതെ. എന്നാൽ പോലും പിന്നെ ഈ പറയുന്ന പോലെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന മെയിൻ ഒരു റീസൺ ആണ് സൺലൈറ്റ്. വിന്റർ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ സൺലൈറ്റിന്റെ കാര്യം വല്ലപ്പോഴും മാത്രമേ നമുക്ക് ആ ഒരു കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ Climate ഒരു affect ചെയ്യും. പ്രധാന ഘടകം തന്നെയാണ്. ഈ സൺലൈറ്റിനൊക്കെ ഇത്രയും ഇമ്പോർട്ടന്റ് ഇമ്പാക്ട് ഉണ്ടെന്ന് നമ്മളിപ്പോ അവിടെ അവിടെ ചെന്നതിന് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ ഇത് ഇത്ര വലിയ സംഗതി ആയിരുന്നു എന്നുള്ളത്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. വിന്റർ സീസണിലാണ് അവിടെ മെയിൻ ആയിട്ടും ഈ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇഷ്യൂസ് വല്ലാണ്ട് കൂടുന്ന ഒരു സമയം. അതെ, അതെ. അങ്ങനെ നമ്മള് പിന്നെ എല്ലാവരും ഐസൊലേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വല്ലാണ്ടുണ്ട്. നമ്മളിവിടെ സോഷ്യലാണ്, പക്ഷെ അവിടെ എല്ലാവരും ഇവിടെ സോഷ്യൽ ആയവര് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഐസൊലേറ്റഡ് ആയി മാറും. അല്ല, അത് അവിടുത്തെ ഒരു Culture കൾച്ചറാണ്. ആണ്. അത് നമുക്ക് അവിടെ പോയിട്ട് അതെ. സോഷ്യൽ ആവാൻ നടക്കുന്ന കാര്യമല്ല, അവിടുത്തെ രീതി അതാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പാറി പറന്ന് നടന്നിട്ട് പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടിൻ്റെ അകത്ത് ഇരിക്കുക എന്ന് അത് പറഞ്ഞാൽ തന്നെ. ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം 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 തന്നെ എന്നാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചതിക്കുഴികൾ, അതായത് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ചതിക്കുഴികൾ, അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. ഇത് വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു, ബൈ.